കേരളത്തിൻ്റെ ഹൃദയഭാഗത്ത് ശാന്തിയും വിശ്വാസവും പ്രകൃതിയും ഒന്നിച്ചു നിൽക്കുന്ന ഒരു അപൂർവ ദേവാലയമുണ്ട്. അതാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ സർപ്പാരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല. ഇത് കേരളത്തിൻ്റെ പ്രാചീന സർപ്പാരാധനാ സംസ്കാരത്തിൻ്റെ ഒരു ജീവന്ത സാക്ഷ്യമാണ്. ഇവിടെ നാഗരാജനും നാഗയക്ഷിയും പ്രധാന ദേവതകളായി ആരാധിക്കപ്പെടുന്നു. ഐതിഹ്യപ്രകാരം മണ്ണാറശാല ഒരു കാലത്ത് ഒരു വലിയ സർപ്പവനമായിരുന്നു. ഐതിഹ്യപ്രകാരം പരശുരാമൻ കേരളം സൃഷ്ടിച്ചപ്പോൾ ഈ പ്രദേശം നാഗങ്ങൾക്ക് അർപ്പിച്ചുവെന്നാണ് വിശ്വാസം. നാഗങ്ങളുടെ അനുഗ്രഹത്തോടെ ഈ സ്ഥലം ഒരു പുണ്യഭൂമിയായി മാറി. മണ്ണാറശാല ക്ഷേത്രം പരമ്പരാഗത കേരള ശൈലിയിൽ നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിനൊപ്പം നിലകൊള്ളുന്ന സർപ്പക്കാട് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഘടകമാണ്. ആയിരക്കണക്കിന് നാഗശിലകൾ ഈ കാട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ആദരവിൻ്റെ ഒരു ഉദാഹരണമാണ്. മണ്ണാറശാല ക്ഷേത്രത്തിലെ ഏറ്റവും അപൂർവമായ പ്രത്യേകതയാണ് വല്യമ്മ. നാഗാരാധനയുടെ ജീവന്ത പ്രതീകമായി കണക്കാക്കപ്പെടുന്ന വല്യമ്മ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചര്യം പാലിച്ച് നാഗങ്ങളെ ആരാധിക്കുന്നു. ഇത് ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു ആരാധനാ പാരമ്പര്യമാണ്. മണ്ണാറശാലയിൽ ഏറ്റവും പ്രശസ്തമായ വഴിപാടാണ് ഉരുളി കമഴ്ത്തൽ. സന്താന ലാഭത്തിനായി ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെ എത്തുന്നു. നൂറും പാലും, ആയില്യം പൂജ, നാഗപൂജ ഇവയെല്ലാം സർപ്പാരാധനയുടെ ഭാഗമാണ്. മണ്ണാറശാലയിലെ ഏറ്റവും പ്രധാന ഉത്സവം ആയില്യമാണ്. ഈ ദിനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തർ മണ്ണാറശാലയിലേക്ക് ഒഴുകിയെത്തുന്നു. ആയില്യം നാഗാരാധനയുടെ ഉച്ചസ്ഥാനം എന്ന് തന്നെ പറയാം. മണ്ണാറശാല വെറുമൊരു ക്ഷേത്രമല്ല, അത് പ്രകൃതിയോടുള്ള ആദരവും വിശ്വാസവും സംസ്കാരവും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ്. കാലം മാറിയാലും വിശ്വാസങ്ങൾ മാറിയാലും സർപ്പാരാധനയുടെ മഹത്വം മണ്ണാറശാലയിൽ നിത്യമാണ്. സന്താനവും സമാധാനവും